നമുക്കെല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ബാങ്ക്സ് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 1,00,000 റുപ്പി ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോണായിട്ട് എടുത്തു. ഓക്കെ, 3 വർഷത്തേക്കാണ് എടുത്തത്. ആൻഡ് നമ്മളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് 12% ആണ്. സോ ഈ ഒരു എക്സാമ്പിളിൽ 3 വർഷം കഴിയുമ്പം നമ്മൾ എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കും, നമ്മൾ എത്ര രൂപ ടോട്ടൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കും എന്നുള്ളത് നോക്കാം. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P/R/T ആണ്. വേർ P ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് നമ്മൾ എത്ര രൂപയാണ് ബാങ്കിൽ നിന്ന് എടുത്തത്, 1,00,000. ഓക്കെ, R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. 12% നമുക്ക് എങ്ങനെ എഴുതാം, 0.12 എന്ന് എഴുതാം. T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരിയഡ്, എത്ര നാളത്തേക്കാണ് നമ്മൾ എടുത്തത്, 3 ഇയറിലേക്കാണ് എടുത്തത്. ഇത് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും, 1,00,000 ഇൻറ്റു 0.12 ഇൻറ്റു 3 എന്ന് വരും. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 36,000 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 36,000 റുപ്പീസ് 1,00,000 രൂപയ്ക്ക് 3 വർഷത്തിലേക്ക് 12% പലിശ നിരക്കിൽ നമ്മൾ 36,000 രൂപ പലിശയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ പേയ്മെൻറ്റ് നമ്മൾ ബാങ്കിന് എത്രയാണ് കൊടുക്കുന്നത്, ടോട്ടൽ പേയ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,00,000 പ്ലസ് 36,000. ദാറ്റ് മീൻസ് 1,36,000 ആണ് നമ്മൾ ടോട്ടൽ പേ ചെയ്യുന്ന എമൗണ്ട്.